യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായുള്ള ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. പരിശുദ്ധാത്മാവ് അഗ്നിസ്വരൂപനായി ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച ആ വലിയ അനുഗ്രഹത്തിൻ്റെ നാളിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ ഈശോയുടെ പ്രത്യാശയുടെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന് ആനന്ദം പകരണം. അവിടുന്ന് പറഞ്ഞു, ഞാൻ പോയി പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. നിങ്ങൾ എന്നെ കാണുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഞാനും പിതാവും ഒന്നാണ്. പിതാവിൻ്റെ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നു. പിതാവിൻ്റെ സ്നേഹത്തോട് ചേർന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിറയും. നിങ്ങൾ അനുഗ്രഹീതരാകും. യൂദാദേവൂസിൻ്റെ ചോദ്യത്തിന് ഈശോ കൊടുക്കുന്ന ഉത്തരമുണ്ട്. എന്തുകൊണ്ടാണ് നീ ലോകത്തിന് നിന്നെ വെളിപ്പെടുത്താത്തത്? അവിടുന്ന് പറഞ്ഞു വെച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനോടൊത്ത് ഞങ്ങൾ വസിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ ആവാസം നമ്മുടെ ഓരോരുത്തരുടെ മേലെ വന്ന് നിറയാനായിട്ട് ഏറ്റവും തീക്ഷ്ണതയോടെ ആഗ്രഹിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ഈ ദിനങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ചിന്ത ആത്മാവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. അതിന് ഏറ്റവും കരണീയമായ മാർഗം അവിടുന്ന് പഠിപ്പിക്കുന്നു. അവൻ്റെ കൽപ്പനകൾ പാലിക്കുക. ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം ആചരിച്ചുകൊണ്ട് ആ നിയമങ്ങളൊക്കെ അനുഷ്ഠാന വിധികളോടുകൂടെ കാലവിളംബം കൂടാതെ, മടുപ്പ് കൂടാതെ, തീഷ്ണതയിൽ മാന്യം സംഭവിക്കാതെ ഉൾക്കൊള്ളാനും അനുസരിക്കാനും ഉൾക്കൊള്ളാനും നീ തയ്യാറാകുന്നെങ്കിൽ നിന്നിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ ആവാസമുണ്ടാകും. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും, നിന്നെ ബലപ്പെടുത്തുന്നവനായി മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പന്തക്കുസ്ത തിരുനാളിന് തീഷ്ണതയോടെ ഒരുങ്ങുമ്പോൾ നാം തിരിച്ചറിയേണ്ടതൊന്നു മാത്രം: അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. ആത്മാവ് നാം സ്വീകരിച്ച ഓരോ ഉദാശകളിലൂടെയും നമ്മൾ വന്ന് നിറഞ്ഞിട്ടുള്ളതാണ്. പുതിയൊരു പന്തക്കുസ്ത അനുഭവമല്ല ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഉള്ള പരിശുദ്ധാത്മാവിനെ കൂടുതൽ തീഷ്ണതയോടെ പ്രോജ്വലിപ്പിക്കാൻ അവിടുന്ന് ശക്തി പ്രാപിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമായിട്ട് കൊടുക്കുക. ആ ധന്യ നിമിഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുകയും ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മളെ പൂരിതരാക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കൽപ്പനകൾ പാലിച്ച് തീഷ്ണതയോടെ നമുക്ക് കാത്തിരിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.